സർപ്രൈസ് ആയിരുന്നല്ലേ? കേറി വാടി ഇങ്ങോട്ട്. എവിടെ നമ്മുടെ കുഴപ്പക്കാരികൾ എവിടെ? റിങ്കി റിങ്കി ആര് വന്ന് നോക്ക്. മൂടി പോയി പേടിപ്പിക്കില്ലായിരുന്ന. എന്ത് പറ്റി? ഒന്നുമില്ല രവീന്ദ്ര, നീങ്ങി വാ. നീ ഇപ്പൊ വന്നേ ഉള്ളെന്നാ. നീ ഇന്നലെ വരുന്നല്ലേ പറഞ്ഞേ? നിറയെ ജോലി ഉണ്ടായിരുന്നു വീട്ടില്. അവിടെ അമ്മക്ക് എങ്ങനെയുണ്ട്? പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. അമ്മയുടെ കാര്യം അറിയണമെങ്കിലേ വീട്ടിലോട്ട് വരണം. സമയമില്ലടി. മുമ്പൊക്കെ മാസം വരുമായിരുന്നല്ലോ, ഇപ്പൊ വർഷത്തിലൊന്നായി. വർഷത്തിലൊന്നാ? 4-5 മാസം മുമ്പല്ലേ ഞാൻ വന്നത്. അത് കഴിഞ്ഞ വർഷം, ഇത് ഈ വർഷം. അടുത്ത ആഴ്ച ഞാൻ കൊണ്ടുവരാം. എനിക്ക് വേണ്ടി ആരും വരണ്ട. തീരെ വല്യമ്മ ചമയല്ലേ? നീ ഇപ്പൊ ജോലിക്കൊന്നും പോണില്ലേ? അതൊക്കെ എപ്പോഴേ പോയണ്ണ. ഇനി വേറെ ഒന്ന് നോക്കണം. കിളവി എന്ത് നോക്കി നിക്കണ? വീട്ടിൽ വന്നവർക്ക് ദാഹിച്ച വെള്ളം കൊടുക്കല്ലേ. ആരോടി നിന്റെ കിളവി? ഞാൻ കിളവി. എന്റെ മക്കള് രണ്ടുപേരും കല്യാണ പ്രായമായല്ലോ. കൊമരിയാണെന്നാണ് വിചാരം. ചട്ടിയിലൊക്കെ ഒരു മുഴുവനുണ്ട് തലയിൽ. ഇത് എന്റെ മുടി നരച്ചിട്ടൊന്നുമില്ല. മുടി നരച്ചില്ല, തടി നല്ലോണം കൂടിയിട്ടുണ്ട്. റോഡ് റോളറിനെ പകരം ഉപയോഗിക്കാം. നല്ല വാടക കിട്ടും. വായിക്കിടക്കണം. നാക്ക് കറക്റ്റ് അല്ലെങ്കിലേ കൈയും കാലും ഒക്കെ ഓടി. അങ്ങനെ വാ. കുരങ്ങന്റെ കുട്ടികൾ എന്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന? അപ്പച്ചിയുടെ സൗന്ദര്യം ആസ്വദിക്കാണ്. കുരങ്ങന്റെ കുട്ടികളോ? അമ്മയാണ്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നമ്മളിങ്ങനെ പറയൂലേ, കുരങ്ങന്റെ കുട്ടികള്, കുട്ടിക്കുരങ്ങൻ, പട്ടിക്കുട്ടി, അത്രേ ഉള്ളൂ. പട്ടിക്കുട്ടി നിനക്ക് വെച്ചിട്ടുണ്ട്. നീ പോണ ശരിയാക്കി തരാം. രവീന്ദ്ര, കളി എന്നോട് വേണ്ട. പിന്നെ നീ വാങ്ങിക്കുവേ. അപ്പച്ചി, ഔപചാരികമായ വർത്താനങ്ങൾ കഴിഞ്ഞെങ്കിൽ നമുക്ക് മുകളിലേക്ക് ഇരിക്കാം. എനിക്ക് ചില വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. എനിക്കും കാണ്ഡമായ വിശേഷങ്ങൾ പറയാനുണ്ട്. അതിനു മുമ്പ് ഈ സ്ത്രീ അടുക്കളയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് കഴിക്കാം. അടുത്ത രംഗം അടുക്കളയിൽ. റിങ്കി, എന്തേ ഇടികൂടലൊക്കെ എങ്ങനെ പോണ്? നല്ലോണം ഇടി മേടിച്ച് കൂട്ടുന്നുണ്ടോ? കിട്ടണ ഇടിയുടെ ഇരട്ടി ഞാൻ തിരിച്ചു കൊടുത്തിട്ടേ വീട്ടിൽ കേറൂ. ആൺകുട്ടികളായ അങ്ങനെ വേണം. കഴിക്ക് അൽപ്പച്ചി. പണ്ടത്തെ അതേ രുചി വായിൽ വെക്കാൻ കൊള്ളൂല. നല്ല കൈപ്പാവം. കൈപ്പാവോ? പിന്നെ ഇതിനെ കൈപുണ്യം പറയാൻ പറ്റുമോ? എന്നാ നീ കഴിക്കണെങ്കിതാ. അന്നദാനം മഹാദാനം. ചേച്ചിക്ക് വീരസ്വർഗം കിട്ടും. വീരസ്വർഗം. ഈ കൊച്ചു എന്തൊക്കെ പറയണത്? ചിന്നു, ഓ, എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. പറ. നിനക്ക് പിടിക്കൂലെന്ന് എനിക്കറിയാം. മനസ്സിലായി, പറ. നീ അമ്മയുടെ കാര്യം നോക്കി ജീവിക്കണമൊക്കെ നല്ലത് തന്നെ. പക്ഷെ ആരും നൂറ്റാണ്ടുകൾ ജീവിക്കൊന്നുമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നല്ലോണം നോക്കി ഒരു കല്യാണം കഴിക്കണം. ഒരു കല്യാണം കഴിച്ചതിന്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല. മനുഷ്യന് ജീവൻ തിരിച്ചു കിട്ടിയതേ ഭാഗ്യം. നിങ്ങൾ എന്റെ ശവം കണ്ടിട്ട് അടങ്ങുള്ള പന്നക്കളവി. നീ അങ്ങനെയൊന്നും പറയല്ലേ. പിങ്കി, റിങ്കി, നിനക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടാടി? എന്തൊരു ശ്വാസതടസ്സം. ഇഷ്ടമുണ്ടാ? ആരെയാണ്? പറ റിങ്കി, നിന്നെ നോക്കിക്കോ. ചേച്ചി പറ മക്കളെ, ആരെയാണ് ഇഷ്ടം? അല്ലു അർജുൻ. അയ്യോ, അല്ലു അർജുൻ. അത് കെട്ടി കുട്ടിയൊക്കെ ഉണ്ട്. എടി തമാശ പറഞ്ഞാടി. ഞാൻ ശരിക്കും പേടിച്ചു കേട്ടോ. ഞാനും. നീ എന്തിനു പേടിക്കണ? അത് മനുഷ്യനായ പേടിച്ചൂടി. ചേച്ചി, റിങ്കിക്ക് 2 വർഷത്തിനുള്ളിൽ കല്യാണം ആലോചിക്കണം. 6 മാസം കൊണ്ട് അവിടെ കല്യാണം കേട്ടോ. ഞാനും രവിയേട്ടനും കൂടി ഇതിനെപ്പറ്റി ആലോചിച്ചു. എന്തായാലും 2 വർഷത്തിനുള്ളിൽ കെട്ടിച്ചു വിടണം. കിളവി, ഇതൊക്കെയാണല്ലേ മനസ്സിലിരിപ്പ്. അവൾ ആദ്യം പഠിച്ച് സ്വന്തമായിട്ട് 5 രൂപ സമ്പാദിക്കട്ടെ, സ്വന്തം കാലം നിൽക്കട്ടെ, എന്നിട്ട് മതി കല്യാണം. 30 വയസ്സായാലും കുഴപ്പമില്ല. അല്ലെങ്കിലേ കൊച്ചു പ്രായത്തിൽ കെട്ടിച്ചു വിട്ടാ വല്ലോനും അടിച്ചു കൊന്ന് കെട്ടി തൂക്കും. മണ്ടി പേടിച്ചോയടി. നിർത്തിക്കോ നിന്റെ അട്ടഹാസം. എനിക്ക് പിടിച്ചില്ല. നിന്റെ അല്ലു അർജുന്റെ പുതിയ സിനിമയുടെ പേരെന്തോന്നടി? പുഷ്പ. പുഷ്പ. കുഞ്ഞമ്മയുടെ പേരൊക്കെ സിനിമ കിട്ടു തുടങ്ങിയ തള്ളേ കളർ. 9, 10, 11. എന്തോന്ന് കൊച്ചേ ഇത്? കണ്ടിട്ടുണ്ട് പേടിയാണ്. ഒറ്റ ആഴ്ചക്ക് ഒറ്റ സ്ട്രെച്ചിന് ഞാൻ 50 പുഷപ്പ് എടുത്തു. റിങ്കി മോളെ, നീ നാഷണൽ ലെവലിൽ കപ്പടിക്കുമ്പോ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിവിധ രാജ്യങ്ങളിൽ പോവല്ലോ. അപ്പൊ നിന്റെ കൂടെ വരുന്ന ഈ അപ്പച്ചയായിരിക്കും. നീ എവിടെ വിളിച്ചാലും ഞാൻ വരും. അതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അണ്ണാ, മണിക്കുട്ടാണ്ണ, മണിക്കുട്ടാണ്ണ, നീ ഇതെപ്പ വന്നു? രാവിലെ. അണ്ണൻ വരുന്ന കാര്യം ആരും പറഞ്ഞില്ലല്ലോ. അതിപ്പോ ഞാന് വരുന്ന കാര്യം പറയാതെ പോന്നതാണേ. ഏതായാലും നീ വന്ന ദിവസം തന്നെ എനിക്ക് വരാൻ പറ്റിയല്ലോ. അതാണ് മനപ്പൊരുത്തം. മനപ്പൊരുത്തം.
എത്ര ദിവസമായിരുന്നാ കണ്ടിട്ട്? ഞാനും നിന്നെ കുറിച്ച് ഓർക്കാറുണ്ട്. ഈ അടുത്ത ഒരു ദിവസം ഉണ്ടല്ലോ, ഞാൻ നിന്നെ കുറിച്ച് ഓർത്ത് കരഞ്ഞു. ശരിക്കും സത്യം, നിന്നെ പോലൊരു നല്ല പെങ്കുച്ചിന് ഇങ്ങനെ ജീവിതത്തിലൊരു അവസ്ഥ വന്നല്ലോ എന്ന് ഓർത്തപ്പോ സത്യമായിട്ട് ഞാൻ കരഞ്ഞു പോയി ചിന്നു. കരയാതെ ചിന്നു, കരയാതെ. കരയല്ലേ ചിന്നു, എനിക്കിത് കാണാൻ വയ്യ. അണ്ണന്റെ മനസ്സറിയാവല്ലോ, വജ്രം പോലെ കഠിനമാണെങ്കിലും പൂ പോലെ മൃദുലവുമാണ്. മാസ് ഡയലോഗ്. മൂട് കളഞ്ഞൻ. അല്ല, നമ്മളിപ്പോ ഇവിടെ എന്തോന്നാണ് കണ്ടത്? വല്ലാത്തൊരു രംഗമായി പോയേട്ടാ. അളിയനിപ്പോ വന്നു. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാനേ വല്ലാതെ സെന്റിമെന്റലായി പോയി. മതി സെന്റിമെന്റൽസ് മതി. അണ്ണനൊരു ഫോൺ പോലും ഇല്ലാത്തോണ്ടാണ്, ഇല്ലെങ്കിൽ നമുക്ക് ഇടക്കിടക്ക് സംസാരിക്കാറുന്നല്ലോ. അയ്യോ, അതേലും ഒരെണ്ണം എനിക്കുണ്ട്. കേടായിപ്പോയി, നന്നാക്കാൻ കൊടുത്തേക്കുക. ഇനിയിപ്പൊ അത് കിട്ടാത്ത എന്റെ കുറവാണ്. അതല്ല ഞാൻ ആലോചിക്കുന്നത്, ഇത്രയും നേരം കളിയും ചിരിയും ബഹളമായിട്ട് നടന്ന പെണ്ണാണ്, പക്ഷെ മണിക്കുട്ടൻ ചേട്ടനെ കണ്ടപ്പോ ആളാകെ അങ്ങ് മാറിപ്പോയി. അതാണ് ഞങ്ങള് തമ്മിലുള്ള ഒരിത്. പറയട്ടെ. ഇനി മണി ഇറങ്ങി പോകട്ടെ. നിന്റെ ചേട്ട ഇപ്പം പറഞ്ഞില്ലേ നമ്മൾ തമ്മിലുള്ള ഒരു ഇതെന്ന്. അതേത് ഇത്? മറ്റേതാ? ഏത് മറ്റേത്? ഒരിതില്ലേ അത്? എന്തരടി ഏത്? നമ്മൾ തമ്മിൽ ഒരു ഇതുണ്ട്, അതുപോലെ അവര് തമ്മിൽ ഒരു ഇതുണ്ടാവും. നീ എന്തരടി പറയണത്? ഇങ്ങനെയൊക്കെ ഉണ്ട് പല കാര്യങ്ങളും, ഇതും അതും ഒക്കെ ആയിട്ട്. നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. ഒരിത് ഏത്? ഒരിതാ? കയറി വാ. അതെ, കുറെ തവണയായിട്ട് നീ എന്നോട് പറയുന്നുണ്ടല്ലോ ഏതാണ്ട് പറയാനുണ്ടെന്ന്. എന്താ കാര്യം? എന്തോ പറ്റി? ആരെങ്കിലേ ഉണ്ടാ നോക്കട്ടെ. ഇല്ല. അതെ, ഞാൻ പലതവണ പിള്ളേരുമായിട്ട് സംസാരിച്ച് അവർക്കൊക്കെയും താല്പര്യമുണ്ട്. അവർക്കെല്ലാം താല്പര്യമാ. നമുക്ക് വിട്ടാലോ? പക്ഷെ അളിയൻ സമ്മതിക്കത്തില്ല. മണിച്ചേച്ചിക്ക് ഒരു പ്രശ്നമില്ല, അവള് ചോദിക്കുമ്പോഴേ സമ്മതം മൂടും. അവൾക്ക് പണ്ട് പോലെ താല്പര്യമാ. നമുക്ക് പോവാം. അതെ, നമുക്ക് പുലിനട വീട്ടിൽ ചെന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു ടൂറിന് പോവാം. നമ്മള് പൊളിക്കുന്നു. ഒരു കാരണവശാലേ എന്റെ ആ പുഴുങ്ങൻ അളിയനുണ്ടല്ലോ, അയാൾ ഇത് അറിയരുത്. നമ്മൾ ഈ ടൂർ പ്ലാൻ ചെയ്യുന്ന രവിയണ അറിയരുത്. അത് ഞാൻ ഏറ്റു. എപ്പോഴാണ് നമ്മൾ പോകുന്ന? എടി അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ആണോ? അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, സമയം എടുത്ത് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, നമുക്ക് പോവാം. ഇതെന്ന് പറഞ്ഞാലേ അങ്ങനെ ചാടിത്തുള്ളി എടുക്കേണ്ട ഒരു തീരുമാനമല്ല, വളരെ ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനം. അതിനൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യാം. എടി അതെ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ടൂറിന് പോകണം, എന്നാലേ നമ്മുടെ ജീവിതത്തിന് ഒരു സുഖം വരൂ. അണ്ണ ഉണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും സന്തോഷം. അളിയനെന്ത് ഇവിടെ ഒളിച്ചിരിക്കുന്നേ? അല്ല, ഒളിച്ചു നിൽക്കുന്ന അളിയനെ? ഒളിച്ചിരിക്കുന്നല്ല, ഇവിടെ കണ്ടില്ലേ, കംപ്ലീറ്റ് വലയും ചെലന്തി വലയും പൊടിയൊക്കെ. അപ്പൊ ഞാൻ അതൊക്കെ തൂത്ത് കളയാന്ന് വിചാരിച്ചു. അളിയൻ ഈ ഒളിഞ്ഞു നോട്ട സ്വഭാവം ഉണ്ടല്ലേ? ഹേയ്, അങ്ങനെയല്ല ചിന്നു, ഞാനിത് വലയൊക്കെ അടിച്ചു കളയാന്ന്. പിള്ളേരത്തൊക്കെ എപ്പോഴും പറയും, കേക്കത്തില്ല. പിന്നെ അളിയനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണ്? അത് കേട്ട് കഴിഞ്ഞാൽ അളിയനെ സമ്മതിക്കണം. സമ്മതോ? എന്റെയോ? പുലിനട വീട്ടിലെ മണിക്കൂട്ട ഒരു തീരുമാനമെടുത്ത ചങ്കുറപ്പോടെ നടത്തുന്ന ആളല്ലേ. അപ്പൊ പിന്നെ എന്റെ സമ്മതത്തിന് വല്ല കാര്യമുണ്ടോ അവിടെ? അണ്ണ, നമ്മൾ ഇവിടുന്നേ എല്ലാവരും കൂടി പുലിനട വീട്ടിൽ പോകുന്നു, അവിടെ നിന്ന് ഒരു ട്രിപ്പ് പോകുന്നു എല്ലാവരും കൂടി. അതാണ് പറഞ്ഞോണ്ട് അണ്ണന് പ്രാന്താണ്. അതായിരുന്നോ? അളിയനെന്താ ഇങ്ങനെ? അല്ല, ഞാൻ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്ന കേട്ടു. പോകുന്നുണ്ടോ ഇപ്പൊ? എപ്പോഴാണ്? അല്ല, അതൊക്കെ ഡേറ്റ് നമുക്ക് തീരുമാനിക്കാം. അപ്പം പോവാലോ. പിന്നെ അളിയന് സമ്മതം തന്നെ. പിന്നെ എന്നാ കാര്യം നടക്കട്ടെ. അല്ല, ചുക്കിലി അടിക്കണ്ടേ? അത് പിന്നെ അടിക്കാം. ശരിയാത്തില്ല.
അത് അടിച്ചിട്ടളിയും പോയാ ഇത് പിള്ളേരത്ത് പറഞ്ഞാൽ അല്ലല്ല പിള്ളേര് ചെയ്ത ശരി. മണി വിളിക്കുന്നില്ല ഇല്ല, പോയിട്ട്. വിളിച്ചില്ല മണി. ഇല്ല മണി വിളിച്ചു മണി ഒളിഞ്ഞു നിന്ന് കേട്ടാ കേട്ടോ പോയാ എന്റെ പൊന്നി. ഇന്നേ ഞാനിവിടെ വെജ് കുറുമ ഉണ്ടാക്കി തകർക്കും. അത് ഞാൻ കഴിച്ചിട്ടുള്ളതാണല്ലോ. ഞാൻ പൊതുവെ വെജിന്റെ ആളാണല്ലോ. ഓ എന്റെ ഇനിയും ആ ചിന്നു ഇന്നാളിലുണ്ടാക്കിയൊരു തോരൻ. അയ്യോ എന്ത് പറ്റി ചേട്ടാ? ഏ എന്ത് പറ്റി? അല്ല ഇവളുണ്ടാക്കുന്ന തോരൻ നല്ല ടേസ്റ്റാന്ന് പറയായിരുന്നു. ഇതാണോ? മണിക്കുട്ടാണാ ഉം. നിങ്ങളെ ഉം. പഴയ പോലെ അടിയും വഴക്കും ഒക്കെ ഉണ്ടാ? ഏയ് അതൊക്കെ ഞാൻ എന്നേ നിർത്തിയില്ലേ. അത് നന്നായി. വയസ്സൊക്കെ കുറെ ആയില്ലേ, ഇതൊക്കെ പണ്ടേ നിർത്തേണ്ടതായി. അത് ഇന്നു ഇന്നാളൊരു ദിവസമായി ആ. ഒരുത്തം വന്ന് എന്റെ മുഖത്ത് നോക്കി ചീത്ത വിളിച്ചു. അയ്യോ ഞാൻ ചിരിച്ചോണ്ട് നിന്നതേ ഉള്ളൂ. അതങ്ങനെയാണ് വേണ്ടത്. പൊടി ആ അളിയനാണോ? അളിയൻ വന്ന നന്നായി. ഉം? അല്ല എന്താ ഇവിടെ പരിപാടി? ഇവിടെ പരിപാടി നമ്മളെ കരക്കരിയുന്നു. അത് ഓക്കെ. അളിയൻ എന്താ അടുക്കളയിൽ കയറി ഇരിക്കുന്നത്? ഞാനിവിടെ ഇരിക്കുന്നതാണ്. ഞാൻ പോകാനുള്ള സമ്മതിക്കണ്ടായിരുന്നു. ആര്? കേട്ടോടി ഇഞ്ഞോ, ഓ ഒരു 2 ദിവസത്തേക്ക് നീ എന്റെ വീട്ടിലോട്ട് വാ. ഞാനവിടെ ഉണ്ടല്ലോ. നമുക്ക് മീനും ഒക്കെ പിടിച്ച് പച്ചക്ക് തിന്നണം. ഇവര് പക്ഷെ ഫ്രീ ആവണ്ടേ? ആര്? ഇവര്. അതൊക്കെ എന്തിനാ നീ നോക്കുന്നത്? നീ ഒറ്റയ്ക്ക് വന്നാ മതി. ഞാൻ വരും. ആ ചിന്നു നീ പോണേനും പറയിപ്പിച്ചാൽ മതി, ഞാൻ അങ്ങ് വന്നേക്കാം. അപ്പൊ ഞാൻ വരണ്ടേ? പിന്നെ നീ വരണ്ടേ? പിള്ളേരാ? പിന്നെ പിള്ളേര് വരണ്ടേ? ആവശ്യമില്ലാത്ത ഓരോ ചോദ്യം ചോദിച്ചോണ്ട് വരും. ഇവിടെ ഇനിയും ഞാൻ എവരെയും കുട്ടി കൊണ്ടുള്ള ഒരുമിച്ചുള്ള വരവ് നടക്കത്തില്ല. ആ. നീ ഒറ്റയ്ക്ക് വന്നാ മതി. ഞാൻ അവിടെ ഉണ്ട്. ഒരാഴ്ച നോക്ക് അടിച്ചു പൊളിക്കണം. ഞാൻ വരുവണ്ണ. എന്താ നീ അല്ലാളെ അങ്ങനെ പോകാൻ പറ്റുമോ? അമ്മ അവിടെ ഒറ്റയ്ക്കല്ലേ, അപ്പൊ അമ്മ നോക്കണ്ടേ? അത് അപ്പുറത്തെ വീട്ടിലെ സിന്ധു വന്ന് നിന്നോളും. ഇപ്പഴും ഞാൻ അവളെ ഏൽപ്പിച്ചിട്ടാണല്ലോ വന്നത്. അളിയ ഒരുമാതിരി ബുദ്ധിയില്ലാത്തവന്മാരെ പോലെ ചുമ്മാതെ വായി വരുന്ന വിളിച്ചോണ്ടിരിക്കുക. അതേ അളിയെ പിടിയളിയ ചിനു, നമുക്ക് മേളോട്ടൊന്ന് പോ. അവിടെ ചെന്നിട്ട് ചില പ്ലാനിങ്ങുകളൊക്കെ ഉണ്ട്. ഇതാരും അത് അളിയനെരിയും. അളിയരിയ അല്ല അരിയളിയ അരി വാ നീ പറ. പോയിട്ട് വരേ. ആ മണി മണിയേ, ഓ അവൻ എന്തിനു മേളോട്ട് പോയി? അത് എനിക്ക് എങ്ങനെ അറിയാം? വേണമെങ്കിൽ നിങ്ങൾ പോയി നോക്ക്. നീ ഒരു കാര്യം കണ്ടില്ല, പക്ഷെ ഞാൻ കണ്ടു. എന്തോന്നു? അവർ ആംഗ്യ ഭാഷയിലോട് പലതും പരസ്പരം പറയുന്നത് ഞാൻ കണ്ടു. ഇതടി ചിരിക്കണ? അയ്യോ അയ്യ, ആ രണ്ടെണ്ണം വിറ്റ് കേസാണ്. ഈ തമ്മി കണ്ടു കഴിഞ്ഞാൽ ചക്കര ഈച്ചയും പോലെ ഇല്ലേ? മണി, ഓ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഈ മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാലേ കൊരങ്ങന്റെ ഭാവമാണ്. നിങ്ങളിത് എന്തോന്ന് പറയണ രവിയേട്ടാ? എടി ഇന്ന് ചിന്നു വന്ന ദിവസം തന്നെ മണിക്കുട്ട എങ്ങനെ ഇവിടെ എത്തി? അത് യാദൃശ്ചികം. അതന്നെ പ്ലാനിങ് ആവാതിരുന്നാ മതി. നിങ്ങൾ വെറുതെ എഴുതാപ്പുറം വായിക്കില്ലേ രവിയേട്ടാ? ഞാൻ വായിക്കൂടി, അവളെന്റെ അനിയത്തിയാണ്, ഒത്തിരി കണ്ണീര് കുടിച്ച കൊച്ചാണ്. സത്യം പറഞ്ഞാൽ പണ്ടേ നമ്മളിത് ചെയ്യേണ്ടതായിരുന്നു. അവരെ തമ്മിൽ ഒരുമിപ്പിക്കണമായിരുന്നു. നിർത്തടി, പൊട്ടത്തരം പറയാതെ. നിന്റെ ചേട്ടന് എന്റെ പ്രായമുണ്ട് ഏകദേശം. ആഹാ, നിങ്ങളുടെ അനിയത്തിക്ക് എന്റെ പ്രായം വരുമല്ലോ. മണി നിന്ന് നിർത്ത്. എന്റെ അനിയത്തിയായിട്ട് പറയില്ല, അവളൊരു പാവം കൊച്ചാണ്. നീ ആവശ്യമില്ലാത്ത ചിന്തിക്കല്ലേ. എന്റെ ചേട്ടൻ പാവം തന്നെ. കളിയും കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ നീ നിന്റെ ചേട്ടനെ പറഞ്ഞ്
നിലക്ക് നിർത്തി. ഓ അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ അനിയത്തെ പറഞ്ഞ് വിലക്കാൻ നോക്കും. അവളങ്ങനെ കൈവിട്ട കളിക്കൊന്നും പോവില്ല. പിന്നെ എന്റെ ചേട്ടനാ പോകുമ്പോണേ. അവൾ എക്സ്ട്രാ ഡീസന്റ് ആണ്. എന്റെ ചേട്ടന് അവള് കൊച്ചു കുട്ടികളുടെ മനസ്സാണ്. എന്റെ ചേട്ടന് അതുപോലെ തന്നെ കുട്ടികളെ മനസ്സാണ്. അങ്ങനെയാണെങ്കിൽ അവരെ തമ്മിൽ ഒരുമിക്കട്ടെന്ന്. മണി എന്താ രവിയേട്ടാ? മാമ നമുക്ക് എന്തെങ്കിലും കളി കളിച്ചാലാ? കളി കളിക്കാം. ഞാനില്ല, നിങ്ങൾ പോയി കളി. എന്തോ മാമ. മാമ നമുക്ക് പണ്ടത്തെ എന്തെങ്കിലും കളി കളിച്ചാലോ? പണ്ടത്തെ കളി എന്ന് പറയുമ്പോൾ കബഡി കളിക്കാം. നമുക്ക് കബഡി കളിക്കാം. കബഡി ആണെങ്കിൽ ഞാനൊന്നുമില്ല. എന്തോന്നു? എന്താ പിന്നെ നമുക്കേ ഒളിച്ചു കളി കളിക്കാം. വിളിച്ചു കളിയോ? സൂപ്പർ കളിയാ. പണ്ട് ഞാൻ സ്ഥിരമായിട്ട് കളിച്ചോണ്ടിരുന്നത് കളിയായിരുന്നു. അപ്പൊ അന്ന് എന്റെ കൂടെ കളിക്കുന്നവരൊക്കെ എന്നെ ഒളിപ്പൻ ഒളിപ്പനാ വിളിച്ചോണ്ടിരുന്നത്. ഞാൻ ഒളിച്ചു കഴിഞ്ഞാൽ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ നമുക്ക് ഒളിച്ചു കളിക്കാം. ഒളിച്ചു കളിക്കാം. ഒളിച്ചു കളിക്കാം. നല്ല കളിയാ. അമ്മാവാ. എന്താടി കാര്യം? അമ്മാവാ. ഇവിടെ എന്തോ കളിക്കാനുള്ള പരിപാടിയാ? ഒളിച്ചു കളിക്കുന്ന നീ കളിക്കുന്ന? അയ്യോ ഞാൻ ഇല്ലേ. ഏ ഞാൻ ഇല്ലെന്ന്. ഇവിടെ കുഞ്ഞുനാള് നീ എന്നെ നിർബന്ധിച്ച് കളിക്കാൻ വിളിച്ചോണ്ട് പോവായിരുന്നല്ലോ. ഇപ്പഴെന്താ? നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ എങ്ങനെ പറഞ്ഞ് കൊതിപ്പിക്കാതെ നമുക്ക് കളിക്കാം. അമ്മ വാ അമ്മ വാ. എനിക്ക് കളിക്കേ. ദാണ്ടെ ചിഹ്നമുണ്ട്. നിങ്ങൾ എല്ലാം കൂടെ കളി, ഞാൻ കണ്ടോണ്ടിരിക്കാം. മണിക്കൂട്ടൻ ചേട്ടൻ ഇല്ലെങ്കിൽ ഞാനങ്ങും ഇല്ല കളിക്കാൻ. പെണ്ണിന്റെ ഓരോ കാര്യങ്ങള്. മാമ പ്ലീസ്. ആണോ? എന്നാ പിന്നെ ഞാനിവിടെ കളിക്കാം. ഒളിച്ചു കളിക്കാനാ? ഒളിച്ചു കളി. ഒരു കാര്യം പറയട്ടാ, നമുക്ക് കണ്ണ് കെട്ടി കളിച്ചാലോ? കണ്ണുകെട്ടി കളിക്കാം. കണ്ണുകെട്ടി കളിക്കാം. അത് സൂപ്പർ കളിയാ. സൂപ്പർ കളിയാ. പണ്ട് ഞാൻ സ്ഥിരമായിട്ട് കളിച്ചോണ്ടിരുന്ന കളിയായിരുന്നു ഈ കണ്ണുകെട്ടി കളി. എന്നെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. മോളെ നീ പോയി തുണി എടുത്തോണ്ട് വാ. ഓക്കേ. തുണി കൊണ്ടുവരട്ടെ, ഞാനൊരു കലക്ക് കലക്കും. കലക്ക് കലക്കുന്നൊക്കെ കൊള്ളാം. ഈ ഇത്രയും ഏരിയയിൽ നിന്നേ കളിക്കാൻ പാടുള്ളൂ. ദൂരോട്ടൊന്നും പോകാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, നീ കള്ളക്കളി കളിക്കരുത്. നീ കള്ളക്കളി കളിക്കുന്ന പണ്ട് പോലെ നിന്റെ ഒരു സ്വഭാവം. ചേട്ടാ, ചേട്ടനാണ് കള്ളക്കളിയുടെ ആള്, ഞാനല്ല. ഞാനെപ്പോഴാടി കള്ളക്കളി കളിച്ചത്? ചേട്ടാ വഴക്കുണ്ടാകില്ല, അല്ലെങ്കിൽ കളി അലമ്പാക്കാൻ നിങ്ങൾ ബെസ്റ്റാ. ഇതാണ്ട കള്ളക്കളി കളിച്ചാണ്ടല്ലോ, രണ്ടു പിള്ളേരെ തള്ളയാന്നും ഞാൻ നോക്കത്തില്ല, പഞ്ഞിക്കിട്ടുകളെ. ഞാൻ പോണു. എന്തോ ചേച്ചി കളി ചേച്ചി? നിനക്ക് അറിഞ്ഞൂടാ, ചേട്ടൻ ഭയങ്കര അലമ്പാണ്. അലമ്പാന്ന് ഞാനും പോന്നു. എന്തോ അണ്ണ കളി അണ്ണ? രണ്ടുപേരും 10-30 വർഷം പുറകെ പോയി. റെഡി. തുണി കൊണ്ടുവരുന്നത്. തുണി റെഡി. തുണി റെഡി. ആദ്യം ആരുടെ കണ്ണാ ഇടണേ? തുണിയേ നീയല്ലേ കൊണ്ടുവന്നത്, അപ്പൊ ആദ്യം നിന്റെ കണ്ണ്. എടീ തുണി ഇട്ടണോ? ആ ഗ്ലാസ് മാറ്റിയാ പോരെ, രണ്ടുമൂന്നല്ലേ? മാറ്റി 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 മാറ്റി. പതുക്കെ പറഞ്ഞേ. കണ്ണു എനിക്ക്. ഇവളും കള്ളിയാ. ആ കളി പോകണം. എവിടെ മോളല്ലയോ? കാണാമോ? ഇതെത്ര? അത് 3. ഇതെത്ര? ഇത് 10. ആ ശരി, കറക്റ്റാ. കറക്കട്ടെ? കറക്കട്ടെ. നല്ലപോലെ കറക്ക്. നല്ലപോലെ ഒന്നുകൂടെ കറക്കാടി. അയ്യോ ഞാൻ പിടികൊടുത്തതാ. ഞാൻ പിടികൊടുത്താ സത്യം. ശരിയാ ശരിയാ. ചേട്ടന്റെ കണ്ണ് ഞാൻ എടുത്തത്. ഇങ്ങോട്ട് വാ. അയ്യോ, ഞാനേ എനിക്ക് 3-ാം കണ്ണുണ്ട്. എനിക്കൊന്നും ഒരു പ്രശ്നമേ ഇല്ല. എനിക്ക് 3-ാം കണ്ണുണ്ട്, അതുകൊണ്ട് ഞാൻ കാണും. ഡയലോഗ് ഒന്നും വേണ്ട, അതൊക്കെ നമ്മൾ ഒരു കേട്ടതാണ്. ഇതൊക്കെ എത്ര കണ്ടേക്കുന്ന? കാണാമോ? ഒട്ടും കാണാൻ വയ്യ. തീരെ തീരെ കാണാൻ വയ്യ. 16. അല്ല കറക്കാൻ എനിക്ക് തല ഇറങ്ങും. അല്ല 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 അയ്യേ അയ്യോ കറ മതി 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 മതി. എന്ത് ചെയ്യേ? എവിടെ എവിടെ എവിടെ? ആ
പിടികിട്ടി. മണിക്കുട്ടിക്ക് വെയിറ്റ് ഇത് പോരല്ലോ. ഞാനാണ് മണി എന്തോന്നാണ് നടക്കുന്നേ? വാളിയാ കളിക്കാം. വാ, വാ. അവനോല് താഴെ ഇറക്കണമല്ലോ. അപ്പച്ചി 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 ഇനി അടുത്ത് ആ ഇനി അടുത്ത അവിടെ. ഞാൻ കെട്ടാം. എവളും കള്ളിയാ. എല്ലാത്തിന്റെ കയ്യിലുണ്ട്. കാണാ ഇതെത്ര? 5. കണ്ടുപിടിക്കില്ല തിരിയരുത്. ഉരുളയ്ക്ക് പേര്